ആശംസിക്കുകയാണ്. ഇവിടെ കിട്ടിയതിനേക്കാൾ വലിയ കസേരകൾ സന്ദീപിന് കിട്ടട്ടെ. സന്ദീപ് വാര്യർ തെരഞ്ഞെടുത്ത ദിവസം, കോൺഗ്രസിൽ ചേരാൻ തെരഞ്ഞെടുത്ത ദിവസം വളരെ പ്രധാനപ്പെട്ടതാണ്. വി.ഡി. സതീശൻ ശ്രീനിവാസന്റെയും സഞ്ജിത്തിന്റെയും കൊലയാളികളുടെ ബന്ധുക്കളുമായി കൂടിക്കാഴ്ച നടത്തിയതിൻ്റെ പിറ്റേ ദിവസം തന്നെയാണ് സന്ദീപിനെ കോൺഗ്രസിൽ ചേർത്തത്. പാലക്കാട്ടെ വോട്ടർമാർക്ക് അത് ശരിയായ നിലയിൽ ഉൾക്കൊള്ളാൻ കഴിയുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ബലിദാനികളുടെ കാര്യത്തിൽ അവരെ വഞ്ചിക്കുന്ന സമീപനമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഇതൊരു തിരക്കഥയാണ്, അപ്രസക്തമായിട്ടുള്ള ഒരു തിരക്കഥയാണ്. ഈ തെരഞ്ഞെടുപ്പിലോ കേരളത്തിൽ BJPക്കകത്തോ ഇതൊരു ചലനവും ഉണ്ടാക്കാൻ പോകുന്നില്ല, ഒരു ചലനവും ഉണ്ടാക്കാൻ പോകുന്നില്ല. നിങ്ങൾ എൻ്റെ വാക്കുകൾ ഉറപ്പിച്ചെഴുതിക്കോളൂ. ഈ കോൺഗ്രസ് പ്രവേശനം ഒരു ചലനവും ഉണ്ടാക്കാൻ പോകുന്നില്ല. സന്ദീപിനെതിരെ നേരത്തെയും പാർട്ടി നടപടിയെടുത്തതാണ്. ആ നടപടി ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടതുകൊണ്ടൊന്നും ആയിരുന്നില്ല, നിങ്ങൾക്കെല്ലാവർക്കും അറിയാം. ഞാൻ ആ നടപടിയുടെ കാരണങ്ങൾ അന്ന് പുറത്തു പറയാതിരുന്നത് ഒരു രാഷ്ട്രീയ പാർട്ടി പുലർത്തേണ്ട, സാമാന്യമായി പാലിക്കേണ്ട മര്യാദയുടെ പേരിൽ മാത്രമാണ്. അതുകൊണ്ട് വി.ഡി. സതീശനും സുധാകരനും ഞാൻ എല്ലാ ആശംസകളും നേരുകയാണ്. സന്ദീപ് വാര്യർ കോൺഗ്രസിൽ നീണാൾ വാഴട്ടെ എന്ന് ഞാൻ ആശംസിക്കുക. ആയിക്കോട്ടെന്ന് സന്ദീപ് വാര്യർ ഞാൻ എല്ലാ ആശംസകളും നേരുകയാണ്. സന്ദീപ് വാര്യരെ മുറുകെ പിടിക്കാൻ ഞാൻ സുധാകരനോടും സതീശനോടും വീണ്ടും വീണ്ടും അഭ്യർത്ഥിക്കുക. സന്ദീപ് വാര്യരെ കൈ ഉറപ്പിച്ച് പിടിക്കണം. സന്ദീപ് വാര്യർക്കെതിരെ നടപടിയെടുത്തത് എന്തിനാണെന്നുള്ള കാര്യം അന്ന് ഞാൻ പറയാതിരുന്നത്, ഇന്നും പറയാതിരിക്കുന്നത്, അത്തരം കാര്യങ്ങൾ പൊതുസമൂഹത്തിന് മുമ്പിൽ പറയുന്നത് ഒരു പൊളിറ്റിക്കൽ പാർട്ടിക്കും ചേർന്ന നടപടിയല്ലാത്തതുകൊണ്ടാണ്. നിങ്ങൾക്കെല്ലാം അറിയാം, പിന്നെ എന്തിനാണ് എന്നോട് ചോദിക്കുന്നത്? അതുകൊണ്ട് ഇതൊരു തരത്തിലും തെരഞ്ഞെടുപ്പിനെയോ കേരളത്തിൽ BJPയോ ബാധിക്കുന്ന വിഷയമേല അപ്രസക്തമായിട്ടുള്ള കാര്യമാണ്. ഇത് ഒരു തരത്തിലും പ്രതികരിക്കേണ്ട കാര്യമല്ല. പക്ഷേ ഇന്ന് പാലക്കാട് ഞാനിവിടെ ഉണ്ടായിട്ട് നിങ്ങളോട് ഇതിന് മറുപടി പറഞ്ഞില്ലെങ്കിൽ, അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് പരാജയം മണക്കുന്നു. UDF തകർന്ന് തരിപ്പണമാകും. BJPക്കകത്ത് ഒരു ചലനവും, ഞാൻ ഒരിക്കൽ കൂടി പറയാം, ഒരു ചലനവും ഈ കോൺഗ്രസ് പ്രവേശം കൊണ്ടുണ്ടാവില്ല. എല്ലാം പറയട്ടെ. ഇതൊക്കെ ഒരു നേരത്തെ ഉണ്ടാക്കിയ തിരക്കഥയാണ്. കോൺഗ്രസ് ഈ കാര്യങ്ങളൊക്കെ ശരിയായി മനസ്സിലാക്കി വരുമ്പോഴേക്കും അവർ കാര്യങ്ങൾ പിടികിട്ടും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഞാൻ എല്ലാ ആശംസകളും സുധാകരനും സതീശനും കൊടുക്കുകയാണ്. സന്ദീപ് വാര്യരെ മുറുകെ പിടിക്കണം. അതെ, മുറുകെ പിടിക്കണം. സന്ദീപ് വാര്യരെ പോലെ ഒരാളെ കോൺഗ്രസ് പാർട്ടി നെഞ്ചോട് ചേർത്ത് പിടിക്കണം. നടപടിയെടുക്കാൻ മാത്രമുള്ള ഒരാളല്ലെന്ന്. പാർട്ടിക്ക് 180 സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളുണ്ട്. അല്ല, അദ്ദേഹത്തിന് എന്ത് കാരണത്തിൻ്റെ പേരിലാണ് അദ്ദേഹം പുറത്തു പോയിരിക്കുന്നത്? കസര കിട്ടാത്തത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, സ്നേഹത്തിൻ്റെ കടയിൽ വലിയ വലിയ കസേരകൾ അദ്ദേഹത്തിന് ലഭിക്കുമാറാകട്ടെ. ശരി.